തൃശൂർ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠൻ വെള്ളിയാഴ്ച ഏറ്റെടുക്കും. തൃശൂരിലെ തോൽവി അന്വേഷിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതി വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് തുടങ്ങിയേക്കും. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂരിൽ പോസ്റ്റർ. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി വ്യാഴാഴ്ച തൃശൂരിലെത്തും. സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമൊരുക്കുമെന്ന് BJP ജില്ലാ നേതൃത്വം. തൃശൂർ കുറ്റിപ്പുറം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതകളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഇഴഞ്ഞു നീങ്ങൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനായി പ്രത്യേക യോഗം വിളിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പുലിഭീതി ഒഴിയാതെ മരുട്ടിച്ചാൽ പുലിയിറങ്ങിയ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനംവകുപ്പ്. മച്ചാടി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പ്രമുഖ ഫുട്ബോൾ താരം TK ചാത്തുണ്ണിക്ക് കായിക ലോകത്തിന്റെ അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് കായിക ലോകത്തെ അതുല്യ പ്രതിഭ. സംസ്കാരം വ്യാഴാഴ്ച. ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അനുശോചിച്ചു. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. നഗരസഭയുടെ അനാസ്ഥയാണ് ഡെങ്കിപ്പനി വ്യാപിക്കാനിടയാക്കിയതെന്ന് പ്രതിപക്ഷം. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും സംഘർഷത്തെയും തുടർന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെച്ച സാഹചര്യത്തിൽ DCC പ്രസിഡന്റായി പാലക്കാട് MP VK ശ്രീകണ്ഠൻ വെള്ളിയാഴ്ച ചുമതലയേൽക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് DCC ഓഫീസിലെത്തി ചുമതലയേൽക്കും. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും KPCC DCC ഭാരവാഹികളുടെയും യോഗം ചേരും. കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് K സുധാകരനുമായും K മുരളീധരനുമായും VK ശ്രീകണ്ഠൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവിയും ചാലക്കുടിയിലെ വോട്ട് ചോർച്ചയ്ക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ചേരിപ്പോരും കയ്യാങ്കളിയും വീടുകയറി അക്രമങ്ങളും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെ തുടർന്ന് സംഘർഷാവസ്ഥയിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. തെരഞ്ഞെടുപ്പ് തോൽവിയും ഓഫീസിലെ സംഘർഷത്തെയും തുടർന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റിനെയുമാണ് നീക്കം ചെയ്തതിന് പിന്നാലെ KPCC നേതൃത്വം VK ശ്രീകണ്ഠന് DCCയുടെ ചുമതലയേൽപ്പിച്ചത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിയെ ഒരുമിപ്പിച്ച് നിർത്തുവാനാണ് KPCC നേതൃത്വം ലക്ഷ്യമിടുന്നത്. അതേസമയം തൃശൂരിലെ തോൽവി അന്വേഷിക്കുവാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതി വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് തുടങ്ങിയേക്കും. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആമ്പല്ലൂരിൽ പോസ്റ്റർ. അളഗപ്പനഗർ കോൺഗ്രസ് ഓഫീസിന്റെ മതിലിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. 20ഓളം പോസ്റ്ററുകൾ പതിച്ചിരുന്നുവെങ്കിലും ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം കീറിക്കളഞ്ഞ നിലയിലാണ്. K മുരളീധരനെ തോൽപ്പിക്കുവാൻ ടാജറ്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുവെന്നും മുരളീധരന് വേണ്ടി അളഗപ്പനഗർ കോൺഗ്രസ് ഓഫീസിലെത്തിച്ച കെട്ടുകണക്കിന് പോസ്റ്ററുകൾ ഉപയോഗിക്കാതെ നശിപ്പിച്ചുവെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലത്തിലെ അളഗപ്പനഗർ പഞ്ചായത്ത് ഒഴികെ മറ്റെല്ലാ പഞ്ചായത്തുകളിലും മുരളീധരന് വേണ്ടി റോഡ് ഷോ നടത്തിയിരുന്നു. എന്നാൽ അളഗപ്പനഗർ പഞ്ചായത്തിൽ മുരളീധരനെതിരെയാണ് നേതാക്കൾ പ്രവർത്തിച്ചതെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. ഇരട്ട രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന കോർപ്പറേഷൻ മേയർ MK വർഗീസിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് KPCC സെക്രട്ടറിയും കൌൺസിലറുമായ ജോൺ ഡാനിയൽ പറഞ്ഞു. അവിശ്വാസ പ്രമേയത്തിൽ കോൺഗ്രസിനെ പിന്തുണയ്ക്കുവാൻ CPI കൌൺസിലർമാർ തയ്യാറാകണം. CPI കൌൺസിലർമാർ കഴിഞ്ഞ ദിവസം മേയർക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഭരണം നിലനിർത്താൻ CPM നിലപാടിൽ വെള്ളം ചേർക്കുകയാണെന്ന് ജോൺ ഡാനിയൽ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി വ്യാഴാഴ്ച തൃശൂരിലെത്തും. വൈകിട്ട് 6 മണിക്ക് വന്ദേ ഭാരത് ട്രെയിനിൽ തൃശൂരിലെത്തുന്ന സുരേഷ് ഗോപിക്ക് BJP പ്രവർത്തകർ വമ്പിച്ച സ്വീകരണം നൽകും. സ്വീകരണ ചടങ്ങിന് ശേഷം രാത്രി 8 മണിക്ക് വടക്കുനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തും. വെള്ളി, ശനി ദിവസങ്ങളിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സ്വീകരണ ചടങ്ങുകളിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച ഗുരുവായൂർ, പാവറട്ടി, നാട്ടിക, ഇരിങ്ങാലക്കുട, ശനിയാഴ്ച പുതുക്കാട്, പീച്ചി, തൃശൂർ മണ്ഡലങ്ങളിലാണ് സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുള്ളത്. അടുത്ത ആഴ്ചയോടെ തൃശൂരിൽ MP ഓഫീസ് തുറക്കും. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റതിന്റെ ഭാഗമായി അരിമ്പൂരിൽ BJP പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. മനക്കുടിയിൽ നിന്ന് എറവ്, ആറാംകല്ല് വരെയാണ് വിജയാഹ്ലാദ പ്രകടനം നടന്നത്.
തൃശൂർ കുറ്റിപ്പുറം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതകളുടെ നിർമ്മാണ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. നിയമസഭയിൽ AC മൊയ്തീൻ MLAയുടെ സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 33.23 കിലോമീറ്റർ ദൈർഘ്യമുള്ള തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാത വികസിപ്പിക്കുന്നതിന് 316.82 കോടി രൂപയാണ് അനുവദിച്ചത്. കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് 2021 സെപ്റ്റംബർ 9 പദ്ധതി കൈമാറി. എന്നാൽ പദ്ധതി പൂർത്തീകരിക്കുവാനോ പുരോഗതി ഉണ്ടാക്കുവാനോ കരാറുകാർക്ക് സാധിച്ചില്ല. 21% പ്രവൃത്തി മാത്രമാണ് കരാർ കമ്പനി പൂർത്തീകരിച്ചത്. പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ 2024 ജനുവരി 31-നകം പദ്ധതിയിൽ കാര്യമായി പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് കരാർ റദ്ദാക്കി. റോഡ് നിർമ്മാണത്തിന് പുതിയ ടെൻഡർ ക്ഷണിച്ചതായും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. കൊടുങ്ങല്ലൂർ മുതൽ കൂർക്കഞ്ചേരി വരെയുള്ള 34.35 കിലോമീറ്റർ റോഡ് നവീകരിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചുവെങ്കിലും 13.55 കിലോമീറ്റർ പേവ്മെന്റ് കോൺക്രീറ്റാണ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞത്. നിലവിൽ പാലക്കൽ സെന്ററിൽ 250 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് പ്രവൃത്തി ആരംഭിച്ചതായും റോഡിലെ കുഴികൾ അടയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രവൃത്തി പുരോഗമിക്കുന്നതിന്റെ ഭാഗമായി പദ്ധതിയുടെ ബാലൻസ് പ്രവൃത്തികളുടെ വാല്യുവേഷൻ പുരോഗമിക്കുകയാണ്. പുലിഭീതി ഒഴിയാതെ മരോട്ടിച്ചാൽ നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. പുത്തൂർ ചുള്ളിക്കാവ് പ്രദേശത്തെ ജനങ്ങളാണ് പുലിഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നെല്ലിക്കാക്കുടിയിൽ ചാക്കപ്പന്റെ വീട്ടിലെ ആടിനെ പുലി ആക്രമിച്ചു കൊന്നിരുന്നു. ഈ വീടിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും പുലിയെ കണ്ടതോടെയാണ് നാട്ടുകാർ ഭീതിയിലായത്. വീടുകൾക്ക് സമീപം തേക്ക് പ്ലാന്റേഷൻ ആയതിനാൽ പുലികൾക്ക് രക്ഷപ്പെടാനും എളുപ്പമാണ്. ശനിയാഴ്ച വൈകുന്നേരം ഒരു 6 മണി 11 ആവണുള്ളൂ. പിടിച്ച് ഞങ്ങൾ ഇവിടുന്ന് ലേറ്റ് എൻ്റെ ലേറ്റ് ഇട്ടപ്പോൾ ചാടിപ്പോയി. ആ വെട്ടം കണ്ടുമാണ് ചാടിപ്പോയത്. അയാൾ വന്നപ്പോൾ ഞാൻ വന്ന് കിടപ്പുകൊണ്ട് ചോരയിൽ കുളിഞ്ഞപ്പോൾ ചോരയാണ് കംപ്ലീറ്റ് ചോരായിരുന്നു. ആ ചോരയിൽ മുങ്ങി കഴിയുമ്പോൾ എവിടെ എങ്ങനെയാണ് ചോര ഉണ്ടെന്ന് സംഭവം അറിയണില്ല. അത് കാണുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല. നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവന്ന് കഴുകി നോക്കിയപ്പോഴാണ് ഈ തുള കാണുന്നത്. ഈ ചെവിയുടെ പിടിച്ചിട്ട് വലിച്ച് കൊണ്ടുപോകേണ്ടത് തുളകേണ്ടത്. 4 തുളയുണ്ട്. 2 പല്ല് കയറിയണത്. നല്ല വെളുത്തുള്ള പുലിയാണ്. പാലപ്പള്ളി എസ്റ്റേറ്റിൽ നിന്നാണ് പുലികൾ ഈ ഭാഗത്തേക്ക് വരുന്നതെന്നാണ് സൂചന. ഒരേ സ്ഥലത്ത് വീണ്ടും പുലിയെ കണ്ടതോടെ ജനങ്ങളും ഭീതിയിലാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയുടെ നീക്കങ്ങൾ അറിയുന്നതിനായി പ്രദേശത്ത് CCTV ക്യാമറ ഉടൻ സ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ PS സജിത്ത്, TA അരോഷ്, ഷാജി വാരപ്പെട്ടയിൽ എന്നിവർ പുലിയിറങ്ങിയ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ്, തൃശൂർ. മച്ചാട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. തെക്കങ്കര മലാക്ക, കദലിക്കാട്ടിൽ പ്രകാശൻ, അച്ചിങ്ങര വീട്ടിൽ കാർത്തിയായനി, തിരുത്തിയിന്മേൽ രാമകൃഷ്ണൻ എന്നിവരുടെ പറമ്പുകളിലാണ് കാട്ടാന ഇറങ്ങിയത്. പ്രകാശന്റെ വീടിന് സമീപം വെച്ചിരുന്ന ചക്ക തിന്ന കാട്ടാന സമീപത്തെ കാർത്തിയായനിയുടെ വീട്ടുപറമ്പിൽ നിന്നിരുന്ന പ്ലാവിൽ നിന്ന് ചക്കകൾ പറിച്ചു തന്നു. രാമകൃഷ്ണന്റെ വീട്ടുപറമ്പിലെ പന കാട്ടാന കുത്തിമറിച്ചിട്ടു. പടക്കം പൊട്ടിച്ചാണ് ആളുകൾ കാട്ടാനയെ പിന്തിരിപ്പിച്ചത്. ആനയുടെ ദൃശ്യങ്ങൾ കാട്ടാൻകോട്ടിൽ ബിജുവിന്റെ വീട്ടിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. മുൻ കേരള ഫുട്ബോൾ പരിശീലകനും കളിക്കാരനുമായിരുന്ന TK ചാത്തുണ്ണി അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 11:30 തൃശൂർ വടൂക്കര ശ്മശാനത്തിൽ നടക്കും. ഫുട്ബോൾ താരമായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെക്കാലം ഇന്ത്യൻ കായിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു TK ചാത്തുണ്ണി. ഫുട്ബോൾ മൈ സോൺ എന്ന പേരിലുള്ള ആത്മകഥ TK ചാത്തുണ്ണിയുടേതാണ്. ജീവിതം കാൽപന്ത് കളിക്കായി മാറ്റിവെച്ച TK ചാത്തുണ്ണിയുടെ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ റോഡിലുള്ള വീടിന്റെ പേര് പോലും ബോൾ ഭവൻ എന്നാണ്. അന്തരിച്ച ഫുട്ബോൾ ഇതിഹാസം TK ചാത്തുണ്ണിക്ക് കായിക കേരളത്തിന്റെ പ്രണാമം. ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ്, വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു എന്നിവർ പുഷ്പചക്രം അർപ്പിച്ചു. നിരവധി കായിക പ്രേമികളും വൻ ജനാവലിയും ചാത്തുണ്ണിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയോടെ ചാലക്കുടി പോലീസ് സ്റ്റേഷന് സമീപത്തെ ബോൾ ഭവനിൽ മൃതദേഹം എത്തിച്ചു. ദേശീയ ഫുട്ബോൾ താരങ്ങളായ CV പാപ്പച്ചൻ, KF ബെന്നി, പരിശീലകരായ പീതാംബരൻ, സന്തോഷ്, TG പുരുഷോത്തമൻ, ജോസ് പൂക്കോടൻ, ഹമീദ്, ബിനോയ് ജോർജ് തുടങ്ങി നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക് ഭൗതിക ശരീരം ചാത്തുണ്ണിയുടെ വീട്ടിൽ നിന്നും തൃശൂരിലേക്ക് കൊണ്ടുപോകും. രാവിലെ 10 മുതൽ 11 വരെ തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും.
മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ ടി.കെ. ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. കളിക്കാരനായും പരിശീലകനായും 4 പതിറ്റാണ്ട് സജീവമായിരുന്നു ചാത്തുണ്ണിയെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രം പറയുമ്പോൾ അതിൽ മുൻനിരയിൽ ഉണ്ടാകും ടി.കെ. ചാത്തുണ്ണിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കുട്ടിക്കാലം മുതൽ ഫുട്ബോൾ എന്നാൽ ഭ്രാന്തായിരുന്നു ചാലക്കുടിക്കാരൻ കണ്ടുണ്ണിയുടെ മകൻ ചാത്തുണ്ണിക്ക്. കായിക ലോകത്തിന് നഷ്ടമായത് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഗോഡ്ഫാദറെയാണ്. ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ പന്തിന് പിന്നാലെ പായുന്ന ചാത്തുണ്ണി എന്ന ബാലൻ 1950കളിൽ തന്നെ വേറിട്ട കളിയുടെ കാഴ്ചയൊരുക്കി. പഠനത്തിന് ശേഷം സൈന്യത്തിൽ ചേർന്നതും ഫുട്ബോൾ കളിക്കാരനായി. അധികം വൈകാതെ നാട്ടിലേക്ക് തിരിച്ച അദ്ദേഹം കേരളത്തിന് പുറത്തുള്ള വിവിധ ടീമുകൾക്ക് വേണ്ടി ബൂട്ടണിഞ്ഞു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ വളർച്ച അതിശയോക്തി നിറഞ്ഞതായിരുന്നു. കളിക്കളത്തിലെ കരുത്തുറ്റ പിൻനിരക്കാരനായ അദ്ദേഹത്തിന് ദേശീയ മത്സരങ്ങളിലേക്ക് ഓടിക്കയറാൻ അധികകാലം കാത്തിരിക്കേണ്ടി വന്നില്ല. പി.വി. രാമകൃഷ്ണന് ശേഷം ദേശീയ ടീമിലെത്തുന്ന ചാലക്കുടിയിലെ രണ്ടാമത്തെ കളിക്കാരനായി ചാത്തുണ്ണി. പെട്ടെന്ന് ഒരു പ്രസൻസ് എനിക്ക് ഭയങ്കര ഒരു എനർജി ഉണ്ടായിരുന്നു. കാരണം ഒരു കോച്ചായിട്ടല്ല, ഒരു സുഹൃത്തായിട്ടാണ് ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നത്. എപ്പോഴും നമ്മുടെ കൂടെ വരിക, നമ്മളോട് സംസാരിക്കുക, നമ്മുടെ വിശേഷങ്ങൾ അന്വേഷിക്കുക. കോച്ചസ് എന്ന് പറയുമ്പോൾ സാധാരണ കോച്ചിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലാണ് കാണുന്നത്. അദ്ദേഹം അങ്ങനെയല്ല, നമ്മൾ കിടക്കുന്നിടത്ത് വന്ന് നമ്മളോട് സംസാരിച്ച് നമുക്ക് വേണ്ട ഒരു മാച്ചിന് വേണ്ട എനർജി, ഗ്രൗണ്ടിൽ കളിക്കാനുള്ള ഊർജ്ജം നമുക്ക് തന്നിരുന്നു. അങ്ങനെയാണ് നമുക്ക് കേരള പോലീസിന് അങ്ങനെ ഒരു വിജയം സാധിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ ഇതിലും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൊച്ചു സൈഡാണ്. കാരണം ഇപ്പോൾ ഏത് ക്ലബ്ബിൽ പോകണോ, ആരാണോ ഓപ്പോസിറ്റ്, അവർക്കനുസരിച്ചുള്ള ഒരു ടാക്ടിക്സ് അദ്ദേഹം ഫോളോ ചെയ്യാറുണ്ട്. പിന്നീട് ചാലക്കുടിയിലെ എം.ഒ. ജോസും അദ്ദേഹത്തിന്റെ കൂട്ടാളിയായി ദേശീയ ഫുട്ബോൾ രംഗത്തെത്തി. 2 പതിറ്റാണ്ടിന് ശേഷം പരിശീലകന്റെ കുപ്പായം അണിഞ്ഞതും കാൽപന്ത് കളിയുടെ സുവർണ കാലഘട്ടമായി. ഫുട്ബോൾ കളിക്കാരനായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെ പരിചയസമ്പത്തുള്ള ചാത്തുണ്ണിക്ക് ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്ഥാനമാണുള്ളത്. ചാത്തുണ്ണി ഞാനായിട്ടുള്ള ബന്ധം വളരെ കൊല്ലം മുമ്പുള്ളതാണ്. ഫുട്ബോളിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. ഈസ് എ സോൾ ഓഫ് ഫുട്ബോൾ, അങ്ങനെ പറയാം. എല്ലാ കാര്യത്തിലും ഫുട്ബോളിന് കുറേ ആൾക്കാർക്ക് ആർക്കൊക്കെ കോച്ച് ചെയ്ത് അവരൊക്കെ ട്രോഫി ജയിച്ചിട്ടുണ്ട്. അങ്ങനൊരു ഇതായിരുന്നു. വളരെ ഒരു നഷ്ടമാണ് സ്പോർട്സ് ഇതിന്. നിരവധി താരങ്ങളെ കണ്ടെത്തി പന്തുകളിയുടെ ലോകത്തേക്ക് എത്തിക്കുന്നതിലും ചാലക്കുടിക്കാരൻ ചാത്തുണ്ണി മുൻനിരയിലുണ്ടായി. ചാത്തുണ്ണിയുടെ പരിശീലനത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ മുൻനിര പടയാളികളായി മാറിയവർ ഏറെയാണ്. I.M. വിജയൻ മുതൽ ഗോവയുടെ ബ്രൂണോ കുട്ടീഞ്ഞോ വരെയുണ്ട് ആ കൂട്ടത്തിൽ. ഫുട്ബോൾ പ്ലേയേഴ്സിനെ വളർത്തി എടുത്തൊരാളാണ്. പ്രത്യേകിച്ച് എനിക്കൊക്കെ നല്ല അടുപ്പം. നമ്മുടെ എന്ത് പരിപാടി പറഞ്ഞാലും അപ്പോൾ ഓടിയെത്തുന്നൊരു കോച്ചായിരുന്നു. എൻ്റെ ഒരു ഇത്രയും വലിയ ഒരു ബഹുമാനം കൽപ്പിച്ചിരുന്ന ഒരാളാണ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുകയും അതൊക്കെ നമുക്ക് എല്ലാം കറക്റ്റാക്കി തരുന്ന അനുഭവ സമ്പത്തുള്ള ഒരു ആളായിരുന്നു. കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് നേടിയതും 1979 കോയമ്പത്തൂർ സന്തോഷ് ട്രോഫിയിലെ കേരളത്തിന്റെ പ്രകടനവും ചാത്തുണ്ണിയേട്ടന്റെ പരിശീലക പ്രതിഭയുടെ മികവ് തെളിയിച്ചു. മോഹൻ ബഗാൻ, ചർച്ചിൽ ബ്രദേഴ്സ്, സാൽഗോക്കർ, FC കൊച്ചിൻ എന്നിങ്ങനെ നിരവധി പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബിലെ താരങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, ചാലക്കുടി. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. നഗരസഭയുടെ അനാസ്ഥയാണ് രോഗം വ്യാപിക്കാൻ കാരണമെന്ന് UDFും BJPയും ആരോപിച്ചു. കൌൺസിൽ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് BJP കൌൺസിലർ ശോഭ ഹരിനാരായണനാണ് വിഷയം ഉന്നയിച്ചത്. മഴക്കാലപൂർവ്വ ശുചീകരണവും ഫോഗിങ്ങും യഥാസമയം നടത്താത്തതാണ് രോഗം വ്യാപിക്കാൻ ഇടയായതെന്ന് അവർ പറഞ്ഞു. അതേസമയം നഗരസഭയുടെ വീഴ്ചയാണ് ഇതിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ആരോപിച്ചു. യഥാസമയം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റി യോഗം ചേരാത്തത് കൌൺസിലർമാരുടെ വീഴ്ചയാണെന്ന് ചെയർമാൻ M. കൃഷ്ണദാസ് മറുപടി നൽകി. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ടാൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ ഒഴിഞ്ഞു മാറുകയാണെന്നും കൌൺസിലർമാർ ആരോപിച്ചു. ഇത്തരം സന്ദർഭങ്ങളിൽ ആരെയാണ് ബന്ധപ്പെടേണ്ടതെന്ന് വ്യക്തമാക്കണമെന്നും മുൻ ചെയർപേഴ്സൺ പ്രൊഫസർ P.K. ശാന്തകുമാരി ചോദിച്ചു. രോഗബാധിതരുള്ള വാർഡുകളിൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുവാനും അടിയന്തരമായി ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർക്കുവാനും കൌൺസിൽ യോഗം തീരുമാനിച്ചു. നഗരത്തിലെ ഗതാഗത പരിഷ്കരണത്തെ ചൊല്ലിയും ഭരണ പ്രതിപക്ഷ വാഗ്വാദം നടന്നു. യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഇല്ലാതെ തിടുക്കപ്പെട്ടാണ് പരിഷ്കരണം നടപ്പിലാക്കിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പരിഷ്കരണം നടപ്പിലാക്കുന്ന വിവരം കൌൺസിലിൽ അറിയിച്ചിരുന്നില്ലെന്നും മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് KP ഉദയൻ പറഞ്ഞു. എന്നാൽ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയാണ് ഗതാഗത പരിഷ്കാരം സംബന്ധിച്ച് തീരുമാനമെടുത്തതെന്നും നാടിന്റെ വികസനത്തിന് എല്ലാവരും സഹകരിക്കണമെന്നും ചെയർമാൻ പറഞ്ഞു.
തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറായി ആർ ഇളങ്കോ ചുമതലയേറ്റു. അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയ ഒഴിവിലാണ് ഇളങ്കോയെ കമ്മീഷണറായി നിയമിച്ചത്. നേരത്തെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചിലെ ടെക്നിക്കൽ ഇന്റലിജൻസ് SP ആയിരുന്നു ഇളങ്കോ. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്നാണ് അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയത്. തൃശൂരിലെ ജ്വല്ലറിയിലെ ഡയമണ്ട് സെക്ഷനിലെ മാർക്കറ്റിംഗ് മാനേജറായ സുരേഷ് കുമാറിനെയും സുഹൃത്തുക്കളെയും ഡയമണ്ട് ആവശ്യമുണ്ടെന്ന് അറിയിച്ച് കൊല്ലത്തെ ഹോട്ടലിലേക്ക് വിളിച്ചുവരുത്തി മർദ്ദിച്ച് കവർച്ച നടത്തിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന 5 പേർ പോലീസ് പിടിയിലായി. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശികളായ ഫൈസൽ, അഫ്സൽ, നിജാദ്, സെയ്താലി, അജിത് എന്നിവരെയാണ് എടപ്പാളിൽ നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. ബാഗിൽ സൂക്ഷിച്ചിരുന്ന ഉദ്ദേശം 6.5 ലക്ഷം രൂപ വില വരുന്ന 2 വജ്രക്കല്ലുകളും സുരേഷ് കുമാറിന്റെ സുഹൃത്ത് ധരിച്ചിരുന്ന 3 പവന്റെ സ്വർണ്ണമാലയും ഇവരുടെ മൊബൈൽ ഫോണുകളുമാണ് പ്രതികൾ കവർന്നത്. എടപ്പാൾ പട്ടാമ്പി റോഡിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ P. ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഘം ഇവിടെ മുറിയെടുത്തത്. കവർച്ച ചെയ്ത വജ്രക്കല്ലുകളും ഇവരിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കേസിലെ 5 പ്രതികളെ നേരത്തെ പിടികൂടിയിരുന്നു. കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ സുരേഷ് കുമാർ സമർപ്പിച്ച പരാതിയിലാണ് കൊല്ലം പോലീസ് കേസെടുത്തത്. ഇരിങ്ങാലക്കുട രാമഞ്ചിറ തോട് കടന്നുപോകുന്ന ഉണ്ണായി വാര്യർ റോഡിന്റെ അരികിടിഞ്ഞു. തോടിന്റെ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച കാലപ്പഴക്കം ചെന്ന സംരക്ഷണ ഭിത്തിയാണ് നിരന്തരമായി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ ഇടിഞ്ഞുപോയത്. പേഷ്കാർ റോഡിൽ കുടിവെള്ള പദ്ധതിക്കുള്ള പൈപ്പിടൽ പണി നടക്കുന്നതിനാൽ വാഹനങ്ങൾ ഇതുവഴിയാണ് തിരിഞ്ഞുപോകുന്നത്. കഴിഞ്ഞ വർഷവും സമാനമായ രീതിയിൽ റോഡിന്റെ അരികിടിഞ്ഞിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. എന്നാൽ ഇതുവരെയും അത് ശരിയാക്കിയിട്ടില്ല. കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ തകർന്നുകിടക്കുന്ന അവസ്ഥയിലാണ് റോഡ്. 2002-ലാണ് പേഷ്കാർ റോഡും തെക്കേനട റോഡും ബന്ധപ്പെടുത്തി രാമൻചിറ തോടിന്റെ അരികിലൂടെ ഉണ്ണായി വാര്യർ റോഡ് നിർമ്മിച്ചത്. ക്ഷേത്രത്തിന്റെ കിഴക്കേ ഭാഗത്തുള്ളവർക്ക് പടിഞ്ഞാറു ഭാഗത്തേക്ക് പോകാനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. ചെറുതും വലുതുമായ ഒട്ടേറെ വാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട്. കെ. കരുണാകരൻ മുകുന്ദപുരം MP ആയിരിക്കെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് രാമഞ്ചിറ തോട് അല്പം നികത്തി റോഡ് നിർമ്മിച്ചത്. 2005-ൽ റോഡ് ടാർ ചെയ്തതിനുശേഷം പിന്നീട് അറ്റകുറ്റപ്പണികൾ മാത്രമാണ് നടന്നിട്ടുള്ളതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി. മഴക്കാലമായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുമ്പോൾ റോഡിന്റെ വടക്കുഭാഗം കൂടുതൽ ഇടിയാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ അടിയന്തരമായി രാമഞ്ചിറ തോടിന്റെ സംരക്ഷണ ഭിത്തി ഉയർത്തി നിർമ്മിക്കണമെന്നും റോഡ് ടാർ ചെയ്യണമെന്നുമാണ് പ്രദേശവാസികളുടെ ആവശ്യം. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഏക ഡോക്ടർക്ക് സ്ഥലം മാറ്റമായതോടെ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വാതരോഗ വിഭാഗം അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. പകരം നിയമനത്തിനുള്ള നടപടികൾ സ്വീകരിക്കാതെയാണ് സ്ഥലമാറ്റം. ചൊവ്വാഴ്ചകളിൽ മാത്രം പ്രവർത്തിക്കുന്ന OPയിൽ 300ഓളം രോഗികൾ ചികിത്സയ്ക്കെത്തുന്നുണ്ട്. മൊത്തം 2000ഓളം രോഗികളാണ് നിലവിൽ ചികിത്സ നടത്തിവരുന്നത്. പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ രോഗികളും തൃശൂർ മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിക്കുന്നത്. സ്ഥലം മാറ്റത്തിനെതിരെ രോഗികൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സ്ഥലം മാറ്റിയ മറ്റു വിദഗ്ധരായ ഡോക്ടർമാർക്ക് പകരം അതേ റാങ്കിലുള്ള ഡോക്ടർമാരെ നിയമിക്കാത്തതുമൂലം തസ്തികകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ്. പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിച്ച തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലെ ശുചിമുറി നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചു. കഴിഞ്ഞ 6 മാസമായി നിർത്തിവച്ചിരുന്ന നിർമ്മാണമാണ് പുനരാരംഭിച്ചിരിക്കുന്നത്. പഴയ ഇന്ത്യൻ കോഫി ഹൌസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് ശുചിമുറി നിർമ്മിക്കുന്നത്. 2018-ൽ പദ്ധതി വിഹിതമായി ലഭിച്ച 50 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ശുചിമുറി നിർമ്മിക്കുന്നത്. HDS അംഗങ്ങളുടെയും ജീവനക്കാരുടെയും പ്രതിഷേധത്തെ തുടർന്നാണ് ആശുപത്രിക്ക് മുന്നിലെ ശുചിമുറി നിർമ്മാണത്തിൽ നിന്ന് പിൻവാങ്ങിയത്. ഇതുമായി ബന്ധപ്പെട്ട് കേസും കോടതിയുടെ പരിഗണനയിലാണ്. ഇതിനിടയിലാണ് നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചത്. അടാട്ട് പഞ്ചായത്തിൽ 16-ാം വാർഡിൽ മഴവെള്ളം കുത്തിയൊഴുകി റോഡ് അപകടാവസ്ഥയിൽ. ദുരിതത്തിലായി സമീപവാസികൾ. അടാട്ട് പഞ്ചായത്തിലെ 15, 16 വാർഡുകളുടെ അതിർത്തിയിലുള്ള റോഡാണ് കുഴികൾ നിറഞ്ഞും വശം ഇടിഞ്ഞും അപകടാവസ്ഥയിലെത്തിയിരിക്കുന്നത്. ഐശ്വര്യ നഗറിൽ നിന്നും അടാട്ട് നിത്യസഹായമാത പള്ളി റോഡിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് നാട്ടുകാരുടെ സഹായത്തോടെ സ്ഥലം വിട്ടു നൽകി നിർമ്മിച്ച റോഡിനാണ് ഈ ദുരവസ്ഥ. റോഡിന്റെ തൊട്ട് താഴെയുള്ള വീടുകളിലേക്കും പറമ്പിലേക്കും ചെളിവെള്ളം ഒഴുകിയെത്തുന്നത് ദുരിതമായി മാറിയിരിക്കുകയാണ്. ഓരോ മഴയ്ക്കും വീടിന് പുറകിലും വർക്ക് ഏരിയയിലേക്കും വെള്ളവും ചെളിയും ഒഴുകിയെത്തുന്ന അവസ്ഥയിലാണ്. മഴ പെയ്യുമ്പോൾ വെള്ളവും ചെളിയടക്കം വന്ന് നമ്മുടെ വർക്ക് ഏരിയ മുഴുവൻ നിറഞ്ഞ അടുക്കളയിലേക്ക് കിടക്കണ അവസ്ഥയല്ല. ആ വെള്ളം വരുന്നത് നമുക്ക് തടയാൻ പറ്റണ ഒരു അവസ്ഥയല്ല. ഇപ്പൊ മണ്ണും വെള്ളം വരുന്നില്ലെങ്കിലും ചാക്കുകൾ പൊട്ടി പൊട്ടി വീഴുക. നമുക്ക് വാതിൽ തുറക്കാനോ പുറത്തേക്ക് കടക്കാനോ പറ്റണില്ല. 2 വർഷത്തോളമായി ആ മതിൽ കെട്ടിയിട്ട് ആദ്യത്തെ ഒരു വർഷം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. സമീപവാസികൾ സ്ഥലം വിട്ടുകൊടുത്ത് റോഡ് നിലവിൽ വന്നിട്ട് ഏതാനും വർഷങ്ങളായെങ്കിലും വെള്ളമൊഴുകി പോകുന്നതിന് ഇതുവരെയും കാന നിർമ്മിച്ചിട്ടില്ല. 2010-ലാണ് ഈ വഴി ഇവിടെ വിട്ടുകൊടുത്തത്.
അങ്ങനെ വഴി വന്നു. പിന്നെ ഇതിങ്ങനെ പഞ്ചായത്തിൽ എഴുതി കൊടുത്തു. ആ സമയത്ത് ഇത് ആസ്തിയിൽ വന്നു. പിന്നെ അവർ ചെയ്യാന്ന് പറഞ്ഞു. ഫണ്ട് പാസ്സായി വന്നപ്പോൾ ഈ അതിര് അളക്കാൻ ഇവർ കൂട്ടാക്കിയില്ല. ഇതിന്റെ ആൾ ഒപ്പിട്ട് കൊടുത്തില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പ്രളയ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപയ്ക്കാണ് ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ തടയുന്നതിനായി കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചത്. ഈ കോൺക്രീറ്റ് ഭിത്തി അവസാനിക്കുന്ന ഭാഗത്തെ മണ്ണ് തള്ളിപ്പോയതാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാക്കിയത്. ഇതിപ്പോ ഒരു വെറുതെ ചാക്കില് കുറച്ച് മണലിട്ടിട്ട് അത് അങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ അതിന് കാലാവധി കുറച്ച് സമയമല്ലല്ലോ. അപ്പൊ അതിന്റെ സമയം കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ കുത്തൊലിച്ച് നേരെ വീടിന്റെ പുറകിലേക്ക് വരുന്നു. അപ്പൊ അവർക്ക് അത് തടസ്സമുള്ള കാരണം കൊണ്ട് അപ്പുറത്തെ നമ്മുടെ കോമ്പൗണ്ടിലേക്ക് അത് തന്നാൽ നമ്മളിപ്പോൾ അത് മാനുഷിക പരിണയിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട്, നമ്മൾ തടസ്സം പറയുന്നില്ല. അപ്പൊ അത് അവർ ചെയ്യേണ്ടത് ഇതായിരുന്നു, ആ സൈഡൊന്ന് ബന്ധസാക്കേണ്ടതായിരുന്നു. അത് ചെയ്തില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താണ് എല്ലാ മാലിന്യം വന്നടയുന്നത് നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുന്നത്. അവശേഷിക്കുന്ന ഭാഗം കൂടി കോൺക്രീറ്റ് ഭിത്തി കെട്ടി സംരക്ഷിക്കുകയും വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനെ കാന നിർമ്മിക്കുകയും കൂടി ചെയ്താൽ മാത്രമേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകൂ എന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴ പെയ്യുമ്പോൾ റോഡരികിലെ മറ്റു വീടുകളിലേക്കും വെള്ളം കയറുന്നത് പതിവായിരിക്കുകയാണ്. സമീപത്തുള്ള ഒരു വീടിന്റെ മതിലും വീഴാറായ അവസ്ഥയിലാണ്. എന്നാൽ പരിസരത്ത് അവശേഷിക്കുന്ന ഭാഗത്തുകൂടി സംരക്ഷണ ഭിത്തി നിർമ്മിക്കുക എന്നത് ചിലവേറിയ പ്രവൃത്തിയായതിനാൽ പഞ്ചായത്തിന് തനിച്ച് ഇത്രയും ഫണ്ട് മാറ്റിവെക്കുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ MLAയുടെയും MP യുടെയും സഹായം തേടിയിട്ടുണ്ടെന്ന് അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ പറഞ്ഞു. ആദ്യഘട്ടം എന്ന നിലയിൽ ഫണ്ട് 10 ലക്ഷം രൂപ നമുക്ക് അനുവദിക്കുകയും ചെയ്തു. ആ 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടിന്റെ വശത്തേക്ക് വെള്ളം വീഴാത്ത രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ വോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ സാധിച്ചെന്ന് ഞാനിപ്പോഴും പറയുന്നില്ല. ഏകദേശം 40-45 ലക്ഷം രൂപയോളം ആ പ്രൊട്ടക്ഷൻ വാൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആവശ്യമുണ്ട്. പഞ്ചായത്തിനെ കൊണ്ട് മാത്രം നമുക്കത് സാധിക്കില്ല. അത് ജില്ലാ നമ്മുടെ ഭരണകൂടം എന്ന നിലയ്ക്ക് MLAയുടെയും MP യുടെയും ഒക്കെ ഒരു സഹകരണം ഉണ്ടെങ്കിൽ മാത്രം അത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ. അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ, അധികാരത്തിലിരിക്കുന്നവരുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ ഓട്ടോറിക്ഷയും കാറും കടന്നുപോയിരുന്ന വഴിയിൽ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അധികൃതർ ഇടപെട്ട് വകുപ്പുകളുടെ ഏകോപനത്തോടെ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് TCV. കൊടകര ഗാന്ധിനഗറിൽ ലോറിയിടിച്ച് നിയന്ത്രണം വിട്ട കാർ കടകളിലേക്ക് ഇടിച്ചു കയറി. ബുധനാഴ്ച പുലർച്ചെയായിരുന്ന അപകടം. വ്യാപാര സ്ഥാപനങ്ങളുടെ ഷട്ടർ അടക്കമുള്ളവ തകർന്നു. ദേശീയപാതയിലൂടെ ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന കാറിൽ ലോറി ഇടിച്ചതിനെ തുടർന്നാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട കാർ സർവീസ് റോഡിലേക്ക് വീഴുകയും റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയുമായിരുന്നു. കടകൾ അടഞ്ഞുകിടന്ന സമയത്താണ് അപകടമെന്നതിനാൽ ആളപായമുണ്ടായില്ല. ഇറച്ചിക്കോഴി വിൽക്കുന്ന കടയുടെയും ത്രാസ് വിൽപ്പന നടത്തുന്ന കടയുടെയും ഷട്ടറുകൾ തകർന്നു. പരിക്കേറ്റ കാർ ഡ്രൈവറെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. ഗുരുവായൂരിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ മുകളിലേക്ക് മരക്കൊമ്പ് പൊട്ടിവീണു. മഹാരാജ ഓട്ടോ പാർക്കിലാണ് സംഭവം. കൈപ്പറമ്പ് സ്വദേശി വടേരിയാട്ടിൽ ജയന്റ് ഓട്ടോറിക്ഷയുടെ മുകളിലേക്കാണ് മരക്കൊമ്പ് വീണത്. ഓട്ടോറിക്ഷയ്ക്ക് നിസ്സാര കേടുപാടുകൾ പറ്റി. മരക്കൊമ്പ് വീഴുന്നത് കണ്ട് ഡ്രൈവർമാർ ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ മരം ഏതു സമയത്തും കട പുഴകിയേക്കാവുന്ന നിലയിലാണ്. അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വേലൂരിലെ കാർഷിക മേഖലയ്ക്ക് പ്രയോജനപ്പെടുന്ന കിടായിപ്പാടം ജലസംഭരണിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പദ്ധതി പൂർത്തിയാകുന്നതോടെ കർഷകരുടെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യമാക്കും. വേലൂർ പഞ്ചായത്തിലെ നടുവിലങ്ങാടി പ്രദേശത്ത് 4 ഏക്കറോളം വിസ്തൃതിയിലുള്ള ജലാശയമാണ് കിടായിപ്പാടം. കാർഷിക വൃത്തിക്ക് ജലസേചനത്തിനും വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനുമായിട്ടാണ് കിടായിപ്പാടം ജലസംഭരണി നിർമ്മിക്കുന്നത്. AC മൊയ്തീൻ MLAയുടെ ഇടപെടലിനെ തുടർന്ന് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ച 3 കോടി രൂപ ചെലവഴിച്ചാണ് കിടായിപ്പാടം ചെക്ക് ഡാം നിർമ്മിക്കുന്നത്. വശങ്ങൾ കെട്ടി സംരക്ഷിക്കാതെ ചണ്ടിയും ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞ അവസ്ഥയിലാണ് നിലവിൽ കിടായിച്ചിറ. ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾക്ക് കൃഷിക്കും കുടിവെള്ളത്തിനും വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ചിറ നവീകരിക്കുന്നതോടെ വേലൂർ പഞ്ചായത്തിലെ ഏകദേശം 122 ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ ജലം ലഭ്യമാകും. നിലവിലുള്ള ജലസ്രോതസ്സുകളിൽ ജലനിരപ്പ് ഉയർത്തുവാനും ഇതുമൂലം സാധിക്കും. സ്ലൂയിസ് കനാൽ വഴി വേലൂർ, വെള്ളാറ്റഞ്ഞൂർ, കുറുവന്നൂർ പാടശേഖരങ്ങളിലേക്ക് ചിറയിലെ വെള്ളം പ്രയോജനപ്പെടുത്താൻ കഴിയും. ഈ വേലൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ജലസേചനത്തിനും അതുപോലെ തന്നെ കുടിവെള്ളത്തിനൊക്കെ ഉപകരിക്കാവുന്ന ഒരു പദ്ധതിയാണ് കിടായി പദ്ധതി. ഈ ഡാം വരുന്നതോടുകൂടി
നമുക്ക് ഏക്കറുകൾ കണക്കിന് സ്ഥലത്ത് കൃഷി നമുക്ക് കൂടുതൽ വ്യാപിപ്പിക്കാൻ സാധിക്കും. വേലൂർ കോടശ്ശേരി കുന്നിൻ്റെ താഴ്വാരത്താണ് നമ്മുടെ ഈ കിടായി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും ഏകദേശം കേച്ചേരി ബൗണ്ടറി വരെയുള്ള പ്രദേശങ്ങളിലേക്ക് ഇതിൻ്റെ ഉപകാരം നമുക്ക് ലഭ്യമാകും. നമുക്ക് ഈ പദ്ധതി പൂർത്തിയാവുന്നതോട് കൂടിയിട്ട് ഇതിനോട് അനുബന്ധിച്ച് 65 ലക്ഷം രൂപയുടെ ഒരു കുടിവെള്ള പദ്ധതി കൂടി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നതോടുകൂടി വേലൂരിൻ്റെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആക്കിയിട്ട് മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 300 മീറ്റർ നീളത്തിൽ ലീഡിംഗ് കനാൽ നിർമ്മിച്ച് FRP ഷട്ടർ സ്ഥാപിച്ച് ജലവിതരണം ക്രമീകരിക്കുക, ചിറയുടെ ആഴം കൂട്ടി സംഭരണശേഷി വർദ്ധിപ്പിക്കുക, ചിറയുടെ കിഴക്ക് ഭാഗം 80 മീറ്റർ നീളത്തിലും വടക്ക് കിഴക്ക് ഭാഗങ്ങളിൽ 150 മീറ്റർ നീളത്തിലും വശങ്ങൾ 3 മീറ്റർ ഉയരത്തിലും കരിങ്കൽ കെട്ടി സംരക്ഷിക്കുക, ചിറയുടെ ഏറ്റവും താഴ്ന്നതും ബലക്കുറവുള്ളതുമായ കനാൽ കടന്നുപോകുന്ന 100 മീറ്റർ വശം കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷിക്കുക, 300 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് കൊണ്ട് പ്രതലമുറപ്പിച്ച് 1 മീറ്റർ ഉയരത്തിൽ കോൺക്രീറ്റ് കനാൽ നിർമ്മിച്ച് ജലസേചനം സുഗമമാക്കുക തുടങ്ങിയ പ്രവൃത്തികളാണ് പദ്ധതി രേഖയിലുള്ളത്. ജലസേചനത്തോടൊപ്പം ഗ്രാമീണ ടൂറിസം വികസനവും പരിഗണനയിൽ ഉണ്ട്. TCV ന്യൂസ്, എരുമപ്പെട്ടി. ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് CNG വിതരണ വാഹനങ്ങളുടെ ഡ്രൈവർമാർ നടത്തിയ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു. ഡ്രൈവർമാരുടെ ശമ്പളം അക്കൗണ്ടിലേക്ക് വന്നതോടെയാണ് സമരം പിൻവലിച്ചത്. ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് ലിമിറ്റഡിന്റെ പമ്പുകളിലേക്ക് CNG ഇന്ധനം വിതരണം ചെയ്യുന്ന 50ഓളം ടാങ്കർ ഡ്രൈവർമാരാണ് ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ പണിമുടക്കിയത്. പണിമുടക്ക് പിൻവലിച്ചതിനെ തുടർന്ന് തൃശൂർ, പാലക്കാട് ജില്ലകളിലേക്കുള്ള CNG ഇന്ധന വിതരണം പുനരാരംഭിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്ത സഹപാഠിയായ യുവതിയെ പരിചയം പുതുക്കി പീഡനത്തിനിരയാക്കിയ കേസിൽ പ്രതിക്ക് 5 വർഷം തടവും 50,000 രൂപ പിഴയും തൃശൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ 2ാം നമ്പർ കോടതി ശിക്ഷിച്ചു. മായന്നൂർ സ്വദേശി കാനത്തുവീട്ടിൽ കൃഷ്ണകുമാറിനെയാണ് തൃശൂർ പോക്സോ ജഡ്ജി ജയപ്രഭു ശിക്ഷിച്ചത്. ബിസിനസ്സിൽ പാർട്ണറാക്കാമെന്നും വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവതിയുടെ 14 പവനും 3 ലക്ഷം രൂപയും കൈവശപ്പെടുത്തുകയും യുവതിയെ പലതവണയായി പീഡിപ്പിക്കുകയും ചെയ്തുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുനിത, അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവർ കോടതിയിൽ ഹാജരായി. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല മാനവ സേവന രംഗത്ത് പ്രത്യേകം വ്യക്തിമുദ്ര പതിപ്പിച്ച 3 പേർക്ക് ഓണററി ഡോക്ടറേറ്റ് നൽകുന്നതിന് വെള്ളിയാഴ്ച പ്രത്യേക ബിരുദദാന ചടങ്ങ് നടത്തുമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ അറിയിച്ചു. രാവിലെ 11 മണിക്ക് ആരോഗ്യ സർവകലാശാല സെനറ്റ് ഹാളിൽ നടക്കുന്ന പ്രത്യേക ബിരുദദാന ചടങ്ങിൽ പത്മശ്രീ അവാർഡ് ജേതാവ് ഡോക്ടർ MR രാജഗോപാൽ, ഡോക്ടർ P മാധവൻകുട്ടി വാര്യർ, ISRO ചെയർമാൻ S സോമനാഥ് എന്നിവർക്കാണ് സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിക്കുന്നത്. ഗവർണറും സർവകലാശാല ചാൻസലറുമായ ആരിഫ് മുഹമ്മദ് ഖാൻ ബിരുദദാനം നിർവഹിക്കും. ആരോഗ്യ സർവകലാശാല ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ CP വിജയൻ, രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ AK മനോജ് കുമാർ, ഡീൻമാരായ ഡോക്ടർ KS ഷാജി, ഡോക്ടർ VM ഇക്ബാൽ, ഡോക്ടർ ആര ബിനോജ്, PRO ഇൻചാർജ് CR ആരതി എന്നിവരും പങ്കെടുത്തു. ചില മാനേജ്മെന്റുകളും ഏജന്റുമാരും വിദ്യാർത്ഥികളെ മനഃപൂർവ്വം സമരത്തിലേക്ക് തള്ളിവിടുകയാണെന്നും വിദ്യാർത്ഥികൾ തോൽക്കുന്നുണ്ടെങ്കിൽ അധ്യാപകരുടെ കുഴപ്പം കൊണ്ടാണെന്നും കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ പറഞ്ഞു. BSc നഴ്സിംഗ് 4ാം വർഷ സപ്ലിമെന്ററി പരീക്ഷകൾ നടത്തണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം SFIയുടെ നേതൃത്വത്തിൽ ആരോഗ്യ സർവകലാശാലയിലേക്ക് നടത്തിയ മാർച്ചിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നല്ല മാർക്ക് നേടുന്ന കുട്ടികൾ മാത്രമാണ് ഇവിടെ പ്രവേശനം നേടുന്നത്. എന്നിട്ടും കുട്ടികൾ തോൽക്കുന്നുണ്ടെങ്കിൽ അത് പഠിപ്പിക്കുന്നവരുടെ കുഴപ്പമാണ്. കേന്ദ്ര ചട്ടങ്ങൾ പാലിച്ച് മാത്രമാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത്. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇതറിഞ്ഞിട്ടും ചിലർ വിദ്യാർത്ഥികളെ സമരത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ചട്ടത്തിന് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ലെന്നും വൈസ് ചാൻസലർ പറഞ്ഞു. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടി സഞ്ചാരികളും നാട്ടുകാരും. വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകൾ ഓടിയെടുക്കുന്നത് നിത്യസംഭവമായതോടെ ഇതുവഴിയുള്ള യാത്ര പലരും ഒഴിവാക്കുകയാണ്. പകൽ സമയങ്ങളിലും ആനക്കൂട്ടം റോഡരികിൽ തമ്പടിക്കുകയാണ്. വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് സഞ്ചാരികൾ രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച 2 കാറുകളും 1 ബൈക്കും കാട്ടാന ആക്രമിച്ചിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള ഭാഗത്താണ് ആക്രമണം കൂടുതലായിരിക്കുന്നത്. വിജനമായ ഈ വഴികളിൽ ഭയപ്പാടോടെയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ യാത്ര. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318Dയുടെ നേതൃത്വത്തിൽ തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ കലാരംഗത്ത് മികവ് തെളിയിച്ച ഭിന്നശേഷി കുട്ടികൾക്കായി മെഗാ കലോത്സവം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട കൺവെൻഷൻ സെന്ററിൽ നടന്ന കലോത്സവം ലയൺസ് ക്ലബ് മുൻ ഡയറക്ടർ VP നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു. ആദ്യമായാണ് ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D ഭിന്നശേഷി കുട്ടികൾക്കായി മെഗാ കലാമേള സംഘടിപ്പിച്ചത്. സംഗീതം, നൃത്തം, ലഘുനാടകം, ശിങ്കാരിമേളം, ഒപ്പന,
പ്രച്ഛന്നവേഷം തുടങ്ങി വിവിധ ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ 2500ഓളം കലാപ്രതിഭകൾ പങ്കെടുത്തു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ അധ്യക്ഷത വഹിച്ചു. മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർപേഴ്സൺ സുഷമ നന്ദകുമാർ സമ്മാനദാനം നിർവഹിച്ചു. സിനിമാ താരം അജയകുമാർ, വൈസ് ഡിസ്ട്രിക്ട് ഗവർണർമാരായ ജെയിംസ് വളപ്പില, ടി ജയകൃഷ്ണൻ, ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ MJ തോമസ്, പ്രോഗ്രാം കോർഡിനേറ്റർ ബിജു പുറത്തൂർ, ഡേവിസ് തട്ടിൽ എന്നിവർ സംസാരിച്ചു. പകരം വയ്ക്കാനില്ലാത്ത തിമിലപ്രമാണി അന്നമനട പരമേശ്വരമാരാർ ഓർമ്മയായിട്ട് 5 ആണ്ട് തികയുന്നു. വർഷങ്ങളോളം തൃശൂർ പൂരത്തിലെ മഠത്തിൽ വരവ് പഞ്ചവാദ്യ നിരയെ നയിച്ചത് അന്നമനട പരമേശ്വരമാരായിരുന്നു. അന്നമനട ത്രയം എന്നറിയപ്പെട്ടിരുന്ന അച്യുതമാരാർ, പരമേശ്വരമാരാർ, പീതാംബരമാരാർ എന്നിവർ തെളിയിച്ച നാഥജ്വാലയെ കൂടുതൽ പ്രജ്വലമാക്കി കേരളത്തിലെ ക്ഷേത്രാങ്കണത്തിലെത്തിച്ചത് കലാമണ്ഡലം പരമേശ്വരമാരാർ എന്ന അന്നമനട പരമേശ്വരമാരായിരുന്നു. കുട്ടിക്കാലത്ത് കണ്ടതും കേട്ടതും ആസ്വദിച്ചതുമെല്ലാം വാദ്യകലയായിരുന്നു. അമ്മാവന്മാരായ ഗുരുനാഥന്മാരിൽ നിന്ന് വാദ്യകലയുടെ ബാലപാഠങ്ങൾ അഭ്യസിച്ച പരമേശ്വരമാരാർ പിന്നീട് ചെറുതുരുത്തിയിലുള്ള കേരള കലാമണ്ഡലത്തിൽ ചേർന്നാണ് പഞ്ചവാദ്യം അഭ്യസിച്ചത്. കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യത്തിന്റെ ആദ്യ ബാച്ചിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. പിന്നീട് കലാമണ്ഡലത്തിലെ അധ്യാപകനായും സേവനമനുഷ്ഠിച്ചു. പ്രസിദ്ധരായ പല്ലാവൂർ സഹോദരങ്ങൾക്ക് കീഴിലായിരുന്നു പരമേശ്വരമാരാരുടെ ഉപരിപഠനം. പല്ലാവൂർ സഹോദരങ്ങൾക്ക് ശേഷം മഠത്തിൽ വരവിന്റെ സാരഥ്യം ഏറ്റെടുത്ത പരമേശ്വരമാരാർ തന്റെ അതുല്യമായ തിമിലവാദനത്തിലൂടെ വർഷങ്ങളോളം പൂരപ്രേമികളെ ആവേശം കൊള്ളിച്ചു. 2018 തൃശൂർ പൂരത്തിലാണ് അവസാനമായി മഠത്തിൽ വരവ് പഞ്ചവാദ്യനിരയെ ഈ അനശ്വര കലാകാരൻ നയിച്ചത്. മാള അന്നമനടയാണ് അദ്ദേഹത്തിന്റെ ജന്മദേശമെങ്കിലും കൊടകരയിലായിരുന്നു താമസം. ജന്മം കൊണ്ട് അന്നമനടക്കാരനാണെങ്കിലും കർമ്മം കൊണ്ട് കൊടകരക്കാരനാണ് താനെന്ന് പരമേശ്വരമാരാർ എപ്പോഴും പറയുമായിരുന്നു. സാംസ്കാരിക വകുപ്പിന്റെ പല്ലാവൂർ പുരസ്കാരമടക്കം ഒട്ടേറെ ബഹുമതികളാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയത്. കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലെല്ലാം പഞ്ചവാദ്യ നിരയെ നയിച്ച അന്നമനട പരമേശ്വരമാരാർ നിരവധി വിദേശ രാജ്യങ്ങളിലും പഞ്ചവാദ്യം അവതരിപ്പിച്ചിട്ടുണ്ട്. 2019 ജൂൺ 12 അന്നമനട എന്ന അതുല്യ പ്രതിഭ ഓർമ്മയായത്. TCV ന്യൂസ്, കൊടകര. മാള കൃഷ്ണൻകോട്ടയിൽ വീടിന്റെ ഭിത്തിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 10 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി പരാതി. കല്ലറക്കൽ ആന്റണിയാണ് മാള പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു. മാലകളും വളകളുമാണ് നഷ്ടപ്പെട്ടത്. മെയ് 23 ജൂൺ 1 മോഷണം നടന്നിട്ടുള്ളതെന്ന് പരാതിയിൽ പറയുന്നു. ഈ ദിവസങ്ങളിൽ വീട്ടിൽ ആരുമുണ്ടായിരുന്നില്ല. ജൂൺ 1 വീട്ടിൽ വന്നതിന് ശേഷം ചൊവ്വാഴ്ചയാണ് ആഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി അറിയുന്നത്. CPI തൃശൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാർട്ടിയുടെ ആദ്യകാല നേതാക്കന്മാരായിരുന്ന KK വാര്യർ, PV കൃഷ്ണൻകുട്ടി, AM പരമൻ എന്നിവരുടെ ചരമവാർഷിക ദിനം ആചരിച്ചു. KK വാര്യർ സ്മാരക ഹാളിൽ നടന്ന ദിനാചരണം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CN ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, KP രാജേന്ദ്രൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ സഫായി കർമ്മചാരീസ് കമ്മീഷൻ അംഗം ഡോക്ടർ PP വാവയ്ക്ക് ഗുരുവായൂർ ദേവസ്വം സ്വീകരണം നൽകി. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, KP വിശ്വനാഥൻ, VG രവീന്ദ്രൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ദേവസ്വം ചെയർമാൻ പൊന്നാട അണിയിച്ചു. ദേവസ്വത്തിന്റെ ഉപഹാരവും സമ്മാനിച്ചു. ദേവസ്വം കാര്യാലയത്തിൽ വിളിച്ചു ചേർത്ത ദേവസ്വം സാനിറ്ററി വിഭാഗം ജീവനക്കാരുടെ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ശുചീകരണ വിഭാഗം ജീവനക്കാർക്കായുള്ള ക്ഷേമ പദ്ധതികൾ, ആരോഗ്യ സംരക്ഷണം എന്നിവയെക്കുറിച്ച് ഡോക്ടർ PP വാവ വിശദീകരിച്ചു. സുഹൃത്തിന്റെ ചികിത്സയ്ക്കായി മ്യൂസിക്കൽ ബാൻഡ് സംഘടിപ്പിച്ച് കൂർക്കഞ്ചേരി കലാകായിക സമിതി. എലൈറ്റ് ആശുപത്രിയിൽ തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ചിയാരം സ്വദേശി പട്ടരപ്പറമ്പിൽ മിഥുന്റെ ചികിത്സയ്ക്കായാണ് ഒരു കൂട്ടം യുവാക്കൾ ഒത്തുചേർന്നത്. കൂർക്കഞ്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച മ്യൂസിക്കൽ ബാൻഡ് കൊക്കാല ഡിവിഷൻ കൌൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വിഷ്ണു, ഹരീഷ്, ആനന്ദ് എന്നിവർ ഗാനമേള നയിച്ചു. ജൂൺ 4 മുതലാണ് മിഥുനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ് മിഥുൻ. പ്രായമായ അമ്മയും ഭാര്യയും 4 വയസ്സുകാരിയായ മകളുമുള്ള മിഥുൻ ഓട്ടോ ഓടിച്ചാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ചികിത്സയ്ക്കുള്ള ധനസമാഹരണത്തിനായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് ഇസാഫ് ബാങ്കിന്റെ MG റോഡ് ശാഖയിലെ 102201092321 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് TCV.
കാറ്റ്, ക്ലാറ്റ്, IPM പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്ക് മികച്ച പരിശീലനം നൽകുന്ന രാജ്യത്തെ പ്രമുഖ സ്ഥാപനമായ കരിയർ ലോഞ്ചറിന്റെ തൃശൂർ കോച്ചിംഗ് സെന്ററിൽ അച്ചീവേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തൃശൂർ വെസ്റ്റ് ഫോർട്ട് പൂങ്കുന്നം റോഡിൽ കേരളവർമ്മ കോളേജ് ബസ് സ്റ്റോപ്പിന് സമീപം ജ്യോതി കോംപ്ലക്സിലെ കരിയർ ലോഞ്ചർ കോച്ചിംഗ് സെന്ററിൽ നടന്ന അച്ചീവേഴ്സ് മീറ്റ് തൃശൂർ സെന്റർ ഹെഡ് പ്രസൂൻ ബാനർജി, ഫാക്കൽറ്റികളായ സ്റ്റാർവിൻ കണ്ണനായ്ക്കൽ, റെബിൻ രാജ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കരിയർ ലോഞ്ചർ തൃശൂർ സെന്റർ ഹെഡ് പ്രസൂൻ ബാനർജി അധ്യക്ഷത വഹിച്ചു. കാറ്റ്, ക്ലാറ്റ് പരീക്ഷാ വിജയികളെ ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. ഫാക്കൽറ്റീസ്, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. IIM പോലുള്ള സ്ഥാപനങ്ങളിൽ MBA ചെയ്യുവാനും നാഷണൽ ലോ യൂണിവേഴ്സിറ്റികളിൽ BA LLB ചെയ്യുവാനുമുള്ള മത്സര പരീക്ഷകളായ കാറ്റ്, ക്ലാറ്റ്, IPM എന്നിവ എഴുതാൻ തയ്യാറെടുക്കുന്നവർക്ക് കഴിഞ്ഞ 28 വർഷങ്ങളായി മികച്ച പരിശീലനം നൽകി വരികയാണ് കരിയർ ലോഞ്ചർ. ക്ലാറ്റ്, IPM പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന 10th, +1, +2 വിദ്യാർത്ഥികൾക്കും കാറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഡിഗ്രി വിദ്യാർത്ഥികൾക്കുമായി ഇവിടെ വീക്കെൻഡ്, റെഗുലർ ബാച്ചുകളും ക്രാഷ് കോഴ്സുകളും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ കരിയർ ലോഞ്ചറിന്റെ തൃശൂർ ക്യാമ്പസിൽ ഞായറാഴ്ചകളിൽ ഫ്രീ കരിയർ ഗൈഡൻസ് സെമിനാറുകളും നടത്തിവരുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9074162255. പോരാട്ടത്തിന്റെ അരനൂറ്റാണ്ട് പിന്നിട്ട തൃശൂരിലെ സമര നേതാവ് TK വാസുവിന് വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. പ്രത്യയ ശാസ്ത്രങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്ക് ഉപരി മതേതരവും ജനാധിപത്യപരവുമായി കാഴ്ചപ്പാടിൽ ഉറച്ചുവെന്ന് ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് TK വാസുവിന്റേതെന്ന് പ്രമുഖ പരിസ്ഥിതി സാംസ്കാരിക പ്രവർത്തകൻ CR നീലകണ്ഠൻ പറഞ്ഞു. സാഹിത്യ അക്കാദമിയിൽ സംഘടിപ്പിച്ച ആദരണം വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി മിർസാദ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KS നിസാർ, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരായ PJ മോൻസി, I ഗോപിനാഥ്, K സഹദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂർ DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠൻ വെള്ളിയാഴ്ച ഏറ്റെടുക്കും. തൃശൂരിലെ തോൽവി അന്വേഷിക്കാൻ KPCC നിയോഗിച്ച 3-അംഗ സമിതി വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് തുടങ്ങിയേക്കും. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ആമ്പലൂരിൽ പോസ്റ്റർ. കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ സുരേഷ് ഗോപി വ്യാഴാഴ്ച തൃശൂരിലെത്തും. സുരേഷ് ഗോപിക്ക് വൻ സ്വീകരണമൊരുക്കുമെന്ന് BJP ജില്ലാ നേതൃത്വം. തൃശൂർ കുറ്റിപ്പുറം കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതകളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഇഴഞ്ഞു നീങ്ങൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി പ്രത്യേക യോഗം വിളിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. പുലിഭീതി ഒഴിയാതെ മരൂട്ടിച്ചാൽ പുലിയിറങ്ങിയ പ്രദേശത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനൊരുങ്ങി വനം വകുപ്പ്. മച്ചാടി ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. പ്രമുഖ ഫുട്ബോൾ താരം TK ചാത്തുണ്ണിക്ക് കായിക ലോകത്തിന്റെ അന്ത്യാഞ്ജലി. വിട പറഞ്ഞത് കായിക ലോകത്തെ അതുല്യ പ്രതിഭ. സംസ്കാരം വ്യാഴാഴ്ച. ചാത്തുണ്ണിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അനുശോചിച്ചു. ഗുരുവായൂരിൽ ഡെങ്കിപ്പനി പടരുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ ബഹളം. നഗരസഭയുടെ അനാസ്ഥയാണ് ഡെങ്കിപ്പനി വ്യാപിക്കാനിടയാക്കിയതെന്ന് പ്രതിപക്ഷം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.